ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞാൻ മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇന്നൊരു സാൻഡ്വിച്ചാണ് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട്. നമ്മുടെ ഹെൽത്തി ആയിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എന്താ കളർഫുൾ ആക്കാനായിട്ട് ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡ് എടുത്തിട്ടുണ്ട്, യെല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ റിച്ച് ആണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാനതെല്ലാം കൂടി ഇങ്ങനെ വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി അങ്ങ് മിക്സാക്കി അരിഞ്ഞ് പിന്നെ ഒരു സവാളയുടെ പകുതി കൂടി ചേർത്തു. ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കൊക്കെ കിട്ടണ സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അവരതങ്ങനെ കഴിച്ചോളും. അല്ലാതെ നമ്മൾ കറിയിലൊക്കെ ഇട്ടാൽ അവരൊന്നും കഴിക്കാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കായിട്ടും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ടേസ്റ്റിനായിട്ട് ഞാൻ മയണൈസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മയണൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മയണൈസ് ഉള്ളതുകൊണ്ട് ഞാനൊരു ടേസ്റ്റിന് മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് സാൻഡ്വിച്ചിൽ ചേർക്കണ മയണൈസ് ആയിരുന്നു കേട്ടോ ഞാൻ ചേർത്തത്. അപ്പോൾ അതൊരു 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഉപ്പും ഒരു പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഉപ്പും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അതുപോലെ എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കേണ്ട അതിനനുസരിച്ച് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൽ കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ ബ്രെഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് സ്ലൈസസ് എടുക്കുക. ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. ഇങ്ങനെ തന്നെ ഞാനിത് ചെയ്യുന്നത്. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ബ്രെഡല്ലേ, അപ്പോൾ എന്തിനാ സൈഡൊക്കെ വെറുതെ കളയണത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറച്ച് ആ വെജിറ്റബിൾ മിക്സ്ചർ അതിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ വേറൊരു ബ്രെഡിൻ്റെ പീസ് കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ അങ്ങ് കഴിക്കാം കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇവിടെ കുറച്ച് റോസ്റ്റ് ആക്കിയതാണ് ഇഷ്ടം. അപ്പോൾ ജസ്റ്റ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു വേറെ ബ്രെഡ് സ്ലൈസ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഞാൻ ഇത് സ്ലൈസിലൊക്കെ ആക്കി കൊടുത്ത് ജസ്റ്റ് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചീസ് ഇടാൻ മറന്നു. അപ്പോൾ അത് പിന്നെയും ഓപ്പൺ ചെയ്തിട്ട് ചീസ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ചീസ് 2 സ്ലൈസിലും ആക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടറൊക്കെ ആണെങ്കിലും മതിയാവും. ഇനിയിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തു. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് നെയ്യാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡിനെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി, ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു കൂട്ടും. അപ്പോൾ 2 സൈഡും ഞാനിങ്ങനെ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിള്ളേർക്കായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വെജിറ്റബിൾസ് ഒക്കെ ഇവർ കഴിക്കും കേട്ടോ. ഇപ്പോൾ ഒന്നും എടുത്ത് മാറ്റില്ലേ. അതല്ലാതെ നമ്മൾ വെജിറ്റബിൾസ് കൊടുത്താൽ ചിലപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല. എൻ്റെ മക്കൾ പ്രത്യേകിച്ച് കഴിക്കില്ല, ഇടയ്ക്ക് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്താണെങ്കിലും സംഭവം അടിപൊളിയായി പറഞ്ഞു കേട്ടോ. അവർ എന്താണെങ്കിലും ആഘോഷിച്ചൊക്കെ അടിപൊളിയായിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസും എല്ലാം നന്നായി കഴിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളെ പറ്റിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് പിസയും സാൻഡ്വിച്ചൊന്നും വാങ്ങിക്കൊടുക്കാതെ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യുക, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും അതിലുണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവുമേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.